ക്യാമ്പ് ചെയ്യിപ്പിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം ഒന്ന് തുടരുക. ഇപ്പോൾ മിനിസ്റ്റർ AK ശശീന്ദ്രൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. മിനിസ്റ്റർ, എന്താണ് താങ്കൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? വളരെ വലിയ തോതിലുള്ള ഒരു ഉരുൾപൊട്ടലാണ് ചൂരൽമല ഭാഗത്ത് ഇന്ന് പുലർച്ചയോടുകൂടി ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഇതിനകം തന്നെ 7ഓളം മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് കിട്ടിയ വിവരം. ഏറ്റവും പ്രയാസപ്പെട്ട പ്രശ്നം സംഭവ സ്ഥലത്തേക്ക് ആർക്കും എത്തിച്ചേരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അവിടത്തേക്ക് പോകാനുള്ള പാലം പൂർണ്ണമായും തകർന്നു പോവുകയും യാത്രാ മാർഗങ്ങൾ അടയുകയും ചെയ്തതിന്റെ ഫലമായാണ് സംഭവിച്ചിട്ടുള്ളത്. അതിന് പരിഹാരമായി 2 ഹെലികോപ്റ്റർ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള തീരുമാനമെടുക്കുകയും അത് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആകാശമാർഗം അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിയുമെന്നാണ് ഒന്നാമത്തെ പരിശ്രമം. രണ്ടാമത് റോപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള സംവിധാനം ഏർപ്പെടുത്തി അതിലൂടെ അവിടെയുള്ളവരെയും അപകടത്തിൽപ്പെട്ടവരെയും രക്ഷപ്പെടുത്താനാകുമോ എന്നാണ് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ശ്രമങ്ങളെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കൃത്യമായി എത്ര പേർക്ക് പരിക്ക് പറ്റിയെന്നോ എത്ര പേർ രക്ഷപ്പെട്ടുവെന്നോ കൃത്യമായി പറയാനുള്ള ഔദ്യോഗിക വിവര സംവിധാനം നമുക്ക് എത്തിയിട്ടില്ല. അവിടേക്ക് പോവുകയാണോ? ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. താമരശ്ശേരി കഴിഞ്ഞ് അടിവാരത്തെത്താറായി. അവിടെ ഇപ്പോൾ ആ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള കൃത്യമായൊരു സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഈ ഹെലികോപ്റ്റർ അവിടേക്ക് എപ്പോഴത്തേക്ക് എത്തുമേ? ആളുകളെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള മാർഗങ്ങളാണോ ഇപ്പോൾ ആലോചിക്കുന്നത്? അതെ, അതുകൊണ്ട് ഹെലികോപ്റ്റർ 7 മണിക്ക് പുറപ്പെടുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പൊ അത് പെട്ടെന്ന് എത്തിച്ചേർന്നാൽ നമുക്ക് കുറെ ആശ്വാസമാകും. അതേസമയത്ത് തന്നെ ഈ പാലം മിലിറ്ററി സംവിധാനം ഉപയോഗിച്ച് പാലം റീപ്ലേസ് ചെയ്യാൻ വേണ്ടി കഴിയുമ്പോൾ ഇപ്പോൾ സാധ്യതകൾ ജില്ലാ ഭരണകൂടം ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസും റവന്യൂ മന്ത്രിയുടെ ഓഫീസും ഈ കാര്യം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. റവന്യൂ മന്ത്രിയും രാമചന്ദ്രൻ കടന്നപ്പള്ളി മിനിസ്റ്ററും ഓവർക്കേളു മിനിസ്റ്ററും എല്ലാം ഏതാനും സമയത്തിനകം വയനാട്ടിൽ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അവിടേക്കുള്ള ആശയവിനിമയ സംവിധാനങ്ങളൊക്കെ പൂർണ്ണമായിട്ട് നടക്കുന്നുണ്ട്. നമുക്ക് അവിടേക്ക് ഈ കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് നടക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ അവിടെ? ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ കുറെ കിട്ടുന്നുണ്ടെന്നാണ് അറിയുന്നത്. പക്ഷെ അതൊന്നും കൃത്യമായ വിവരങ്ങളല്ലല്ലോ. എത്രത്തോളം ഈ ഗ്രാമങ്ങളൊക്കെ ഒറ്റപ്പെട്ട് കിടക്കുന്നുണ്ട്, അത്തരം വിവരങ്ങളൊക്കെ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? ജില്ലാ കളക്ടർ സംഭവ സ്ഥലത്ത് തന്നെ പുലർച്ചെ 4 മണി മുതൽ അവിടെ എത്തുകയും അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾക്ക് ഇപ്പോഴുള്ള ഏകോപനം നടത്തുന്നുണ്ട്. ഞങ്ങൾ മന്ത്രിമാരെ അവിടെ എത്തിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ആലോചിച്ച് എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ച് അനന്തര നടപടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കൂടുതൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിനുള്ള നിർദ്ദേശമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. നന്ദി മന്ത്രി AK ശശീന്ദ്രൻ. അദ്ദേഹം അവിടേക്കുള്ള യാത്രയിലാണ്. അവിടെ എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാൻ ഉദ്യോഗസ്ഥ തലത്തിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംവിധാനമുണ്ട്. ഹെലികോപ്റ്റർ മാർഗം ആളുകളെ എയർലിഫ്റ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 7 മണിയോടുകൂടി ഹെലികോപ്റ്റർ പുറപ്പെട്ട് അവിടെ എത്തി അതിനുള്ള സംവിധാനവുമുണ്ട്. അവിടേക്ക് കടന്നു ചെല്ലാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിൽ പോലും സാധ്യമായ എല്ലാ മാർഗങ്ങളുടെയും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. സമാനതകളില്ലാത്ത ഒരു ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നത്. റിയാസ് KMR തുടരുന്നുണ്ട്. റിയാസ്, മന്ത്രി സൂചിപ്പിച്ചത് 7 മൃതദേഹങ്ങൾ കണ്ടെടുത്തു എന്നുള്ളതാണ്. ഈ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതലാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ?